റെവിറ്റ് MEP മലയാളം ട്യൂട്ടോറിയലിന്റെ 14ാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോണ ഡയമെൻഷന്റെ കുറച്ച് സെറ്റിംഗ്സിനെ കുറിച്ചിട്ടാണ്. കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഡയമെൻഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇതിനകത്ത് മെഷർമെന്റ് എടുക്കുന്നത് അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കി. ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോണത് നമ്മൾ അങ്ങനെ വരച്ച ഡയമെൻഷനകത്തുള്ള കുറച്ച് സെറ്റിംഗ്സുകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് അലൈൻ എടുക്കാം. അലൈൻ എടുത്തതിന് ശേഷം ഇവിടെ നമുക്കൊന്ന് മെഷർമെന്റ് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് എൻ്റെ വാള് ഇതിനകത്ത് ഓപ്ഷനിൽ ഓപ്പണിംഗ് വിഡ്ത്ത് ഇതൊരു ഡയമെൻഷനും നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ഇതിലെ സെറ്റിംഗ്സിൽ മെയിനായിട്ട് നോക്കേണ്ടത് ഇപ്പോൾ എനിക്ക് ഈ ടെക്സ്റ്റിൻ്റെ സൈസ് ചേഞ്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഡയമെൻഷൻ നമുക്ക് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ എഡിറ്റ് ടൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിലേക്ക് പോയതിനു ശേഷം ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ട്. ഇതിനകത്ത് നമുക്ക് നോക്കുമ്പം ടെക്സ്റ്റ് സൈസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് 2.5 ആണ് നടക്കുന്നത്. നോർമലി 2 ഒക്കെ ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, നമുക്കിവിടെ 2 കൊടുക്കാം. 2 കൊടുത്ത് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ടെക്സ്റ്റ് സൈസ് 2mm മാറിയിട്ടുണ്ട്. അതല്ല, ഇതിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുത്തണ്ട. അതായത് നിലവിൽ നമ്മൾ വരച്ചിട്ടുള്ള ഡയമെൻഷനിൽ മാറ്റമൊന്നും വരുത്തണ്ട. ഇനി വരയ്ക്കാൻ പോണതിലാണ് മാറ്റം വരുത്തേണ്ടതെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ നിലവിൽ വരച്ചിട്ടുള്ള ഡയമെൻഷൻ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്ത ശേഷം ഇവിടെ എഡിറ്റ് ടൈപ്പിലേക്ക് വന്നതിന് ശേഷം ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമ്മളിവിടെ ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നിലവിൽ വരച്ചിരിക്കുന്ന ഡയമെൻഷനിൽ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വരത്തില്ല. ഇനി നമ്മൾ വരയ്ക്കാൻ പോകണം ഡയമെൻഷനിൽ മാത്രമേ ചേഞ്ചസ്. ഇപ്പോൾ ഞാനിവിടെ പേര് നമുക്കിത് തന്നെ വേണമെങ്കിൽ കൊടുക്കാം. അതല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി വേറെ എന്തെങ്കിലും ഒരു ഡയമെൻഷൻ കൊടുക്കാം. ഇപ്പോൾ 2.5 ആണ്, അല്ലെങ്കിൽ 2 ആണ് നമ്മുടെ ടെക്സ്റ്റിൻ്റെ സൈസ് വരുന്നത്. അപ്പോൾ 2mm എന്ന് വേണമെങ്കിൽ ജസ്റ്റ് കൊടുക്കാം. ഇത് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ഡയമെൻഷൻ്റെ നെയിമായിട്ട് വരും. ഇനി നമുക്കൊരു മെഷർമെൻറ്റ് എടുത്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നേരെ മോഡിഫൈ ടാബിനകത്ത് മെഷറിനകത്ത് ഇവിടെ ഡയമെൻഷനകത്ത് നമുക്ക് അലൈൻഡ് തന്നെ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത ശേഷം ഒരു ഡയമെൻഷൻ കൂടെ ഒന്ന് വരയ്ക്കാം. ഓക്കെ, ഇതിൻ്റെ തന്നെ ഒന്ന് നോക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ഡയമെൻഷൻ സെലക്ട് ചെയ്ത് എഡിറ്റ് ടൈപ്പിലേക്ക് പോകാം. എഡിറ്റ് ടൈപ്പിലേക്ക് പോയതിനു ശേഷം ഇവിടെ നോക്കാം. ഇവിടെ നമുക്ക് ടെക്സ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാം. ടെക്സ്റ്റ് സൈസ് ഇവിടെ ടെക്സ്റ്റ് സൈസ് നോക്കാം. ഓക്കെ, ഇവിടെ 2mm ആണ് കിടക്കുന്നത്. നമുക്ക് ഇത് ഒരു 3mm ഇതിനൊന്ന് ചേഞ്ച് കൊടുക്കാം. അത് കഴിഞ്ഞ് ഇവിടെ അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി ഇതിനകത്ത് ചേഞ്ചസ് വരാം. ഏതിനകത്തൊക്കെ ചേഞ്ചസ് വരുമെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ചേഞ്ചസ് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതിന് മാത്രമാണ് വന്നിരിക്കുന്നത്. ഇവിടുത്തെ ഈ ഒരു ഡയമെൻഷന് ചേഞ്ചസ് വന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഡയമെൻഷനാണ്. അപ്പോൾ മനസ്സിലായല്ലോ, നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ഇപ്പോൾ ഒരു ഡയമെൻഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരെണ്ണത്തിൽ മാത്രം മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് വേണം വരയ്ക്കേണ്ടത്. ഇത് നമുക്ക് ഓക്കെ ആണ്. ഈ ഒരു ഡയമെൻഷൻ്റെ ടെക്സ്റ്റ് നമുക്ക് ഈ ഒരു സൈസിലാണ് വേണ്ടെങ്കിൽ ഇവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സൈസിലേക്ക് മാറും. ഇത് 3mm സൈസിലാണ് ഈ ഒരു ടെക്സ്റ്റ് വന്നിരിക്കുന്നത്. ഈ ഒരു ഡയമെൻഷൻ്റെ ടെക്സ്റ്റ് എന്ന് പറയുന്നത് 2mm. നോർമലി 2mm ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് എപ്പോഴാണ് ഇതുപോലെ ഈ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് വരയ്ക്കേണ്ടി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ ആർക്കിടെക്ചറിലേക്ക് വന്ന് വോൾ സെലക്ട് ചെയ്തു. ഇപ്പോൾ ഇവിടെ ഒരു വോൾ വരയ്ക്കുകയാണ്. ഇതുപോലൊരു സ്പേസ് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇങ്ങനെ പറയുമ്പോഴേക്കും നമുക്ക് ഇതിനകത്ത് ഈ ഒരു ഡയമെൻഷൻ നിൽക്കണം. ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു ടെക്സ്റ്റിൻ്റെ സൈസ് എല്ലാം മാറ്റി കൊടുക്കേണ്ടതുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അലൈൻ എടുത്തതിന് ശേഷം ഇവിടെ എഡിറ്റ് ടൈപ്പിലേക്ക് പോയി ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തതിന് ശേഷം ഇവിടെ ഒരു സ്മോൾ സ്പേസ് എന്നുള്ള സ്മോൾ എന്ന് കൊടുത്തു. നമ്മൾ ഇഷ്ടപ്പെട്ടൊരു പേര് മനസ്സിലാക്കുന്ന രീതിക്ക് ഒരു പേര് കൊടുക്കാം. ഓക്കെ, ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ പുതിയൊരു ഡയമെൻഷൻ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ഇവിടെ ഓപ്ഷനിലേക്ക് വന്ന ശേഷം ഓപ്പണിംഗ് ഓഫ് ചെയ്തിട്ടു ഓക്കെ കൊടുത്തു. ഇവിടെ ഇൻഡിവിജ്വൽ കൊടുത്തു. ഇവിടെ ഇപ്പോൾ ഈ ഒരു വോളിൻ്റെ സെൻറ്റർ എന്നാണ് പറയുന്നത്. നമുക്ക് വോൾ ഫേസ് എന്ന് എടുക്കാം. ഫേസ് ഓഫ് കോർ കൊടുത്തു. ഓക്കെ, എനിക്ക് ഈ ഒരു സ്പേസിനുള്ളിലാണ് ഈ ഒരു മെഷർമെൻറ്റ് നിൽക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ ടെക്സ്റ്റ് ഇതിനകത്ത് തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ ചില കേസുകളിൽ നമുക്ക് ഇപ്പം എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ എഡിറ്റ് ടെക്സ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ടെക്സ്റ്റ് സൈസ് ഇപ്പോൾ ഇവിടെ 2 ആണ് കിടക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു 5 ആണെന്ന് എക്സാമ്പിളായിട്ട് നമുക്ക് എടുക്കാം. അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ ഒരു ടെക്സ്റ്റ് ഈ ഒരു സ്പേസിന് വെളിയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചിലപ്പോൾ നമുക്ക് 2നും താഴേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് കഴിയുമ്പോൾ ആ ഒരു പോർഷൻ നമ്മൾ ഏതാണോ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത് അത് മാത്രമേ ചേഞ്ചസ് വരുള്ളൂ. ഇപ്പുറത്തേക്കൊന്നും മറ്റ് ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. ഓക്കെ, ഇത് നമ്മൾ ചെറുതാക്കി കൊടുക്കുമ്പോൾ ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തില്ല. നമ്മൾ ഈ ഒരു ടെക്സ്റ്റിൻ്റെ സൈസ് ചെറുതാക്കി കൊടുക്കുകയാണ് എങ്കിൽ എൻ്റെയർ ഏരിയയിലുള്ള എല്ലാ ഡയമെൻഷനിലും ആ ഒരു ചേഞ്ചസ് വരും. അങ്ങനെ വരുമ്പോഴേക്കും നമുക്കിത് റീഡ് ചെയ്യാനും കാണാനും ഒരു ഭംഗിയിലാണ്. മെയിനായിട്ട് റീഡ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട്. അതുപോലെ തന്നെ ഇപ്പം ഈ ഒരു ടെക്സ്റ്റ് സൈസ് എന്ന് പറയുന്നത് 2.5 ആണ്. ഇത് 2 ആണ് നമുക്കറിയാം. ഇപ്പോൾ എനിക്ക് 2mm ഈ ഒരു മെഷർമെൻ്റ് എല്ലാം മാറണമെങ്കിൽ അതിന് നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡയമെൻഷനെ മൊത്തത്തിൽ നമ്മളങ്ങ് സെലക്ട് ചെയ്യണം. ഏതാണോ ചേഞ്ച് ചെയ്യേണ്ടത് ആ ഒരു ഡയമെൻഷനെ മൊത്തത്തിൽ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തതിനു ശേഷം ഓൾറെഡി നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു
ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തതിലേക്ക് നമ്മൾ ഇതാണ് 2mm. ഇത് നമ്മൾ നേരത്തെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താണ്. ഇത് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്താൽ സെലക്ട് ചെയ്യുമ്പോഴേക്കും ഇവിടുത്തെ ഒരു ടെക്സ്റ്റ് സൈസ് എന്ന് പറയുന്നത് 2mm മാറും. അതായത് നമ്മൾ നേരത്തെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ആ ഒരു സൈസിലേക്ക് മാറും. ഓക്കെ.